പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെസിമൽ നമ്പേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ ഡെസിമൽ നമ്പേഴ്സിനെ പറ്റി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു റിവിഷൻ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം, ശ്രദ്ധിക്കൂ. എ ബാഗ് ഹോൾഡ് 4.7 കിലോഗ്രാം ഓഫ് റൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കുറച്ച് പിക്ചറുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക്. ഇതിലെ ഫസ്റ്റ് ബാഗിൽ 4.75 കിലോഗ്രാം റൈസാണ് ഉള്ളത്. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് അടുത്തതിലുള്ളത്. 4.75 കിലോഗ്രാം 4.75 കിലോഗ്രാം. അങ്ങനെ എത്ര ബാഗ് ഉണ്ട് അവിടെ? ഹൗ മച്ച് റൈസ് ക്യാൻ കണ്ടെയ്ൻ 8 സച്ച് ബാഗ്, അല്ലേ? അങ്ങനത്തെ 8 ബാഗിൽ എത്ര വെയിറ്റ് വരും എന്നാണ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4.75 ഇൻറ്റു 8, അല്ലേ? 4.75നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ വരുന്നത് 38 എന്നാണ്. അപ്പോൾ നിങ്ങളിത് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അറിയുമോ എന്നാണ് ശരിക്കും ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറായി. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇത് ആൻസർ എന്നാണോ വരുന്നതെന്ന് കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ സ്പീഡ് ആക്കണേ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് എ റെഗുലർ ഹെക്സഗൺ ഓഫ് സൈഡ്സ് 2.35 മീറ്റർ. അതായത് റെഗുലർ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സൈഡ്സ് എല്ലാം സെയിം ആയിരിക്കണം. അതേപോലെ തന്നെ ഇതിന് 6 സൈഡുകളും ഉണ്ടാവുക. അതാണ് റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത്. ഓക്കെ, റെഗുലർ ഹെക്സഗൺ പേര് വരാൻ കാരണം അതാ. 2.35 മീറ്റർ ആണ് ഒരു സൈഡിൻ്റെ ലെങ്ത് വരുന്നത്. 2.35 മീറ്റർ. അപ്പോൾ ഇതിൽ എത്ര സൈഡ് വരുന്നുണ്ട്? 6 സൈഡ് വരുന്നുണ്ട്. സോ 2.35നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്നുകൂടെ 2.35 ഇൻറ്റു 6. ഇതിൻ്റെ ആൻസർ 14.10 മീറ്റർ എന്നാണ് വരിക. ഓക്കെ, 14.10 മീറ്റർ. അപ്പോൾ ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ. 1.45 മീറ്റർ ഓഫ് ക്ലോത്ത് ഈസ് നീഡഡ് ടു സ്റ്റിച്ച് എ ഷർട്ട്, അല്ലേ? അതായത് ഒരു ഷർട്ടിന് ഒരാൾക്ക് ഷർട്ട് തയ്ക്കാൻ 1.45 മീറ്റർ ലെങ്ത് ഉള്ള തുണിയാണ് വേണ്ടത്. ഇപ്പോൾ ഷോപ്പിൽ പോയിട്ട് അയാൾ എനിക്കൊരു ഷർട്ട് വേണം, അതിന് എത്ര തുണി വേണം എന്ന് അയാൾ ജസ്റ്റ് മെഷർ ചെയ്ത് നോക്കി അയാൾ പറയും 1.45 മീറ്റർ തുണി വേണം കേട്ടോ. അപ്പോൾ ഇയാൾ പറയാണ് ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് ഈസ് നീഡഡ് ടു സ്റ്റിച്ച് 4 ഷർട്ട്സ്. അപ്പോൾ ഇതേപോലെ 4 ഷർട്ട് എനിക്ക് വേണം. അപ്പോൾ ഇതേ മെഷർമെൻറ്റ് തന്നെ അയാൾ അവിടെയും എടുക്കണം ഓരോന്നിനും. ഓക്കെ, ഡിഫറെൻറ്റ് കളറൊക്കെ ആയിക്കോട്ടെ. 1.45 മീറ്റർ ഉണ്ടാവും. അങ്ങനെ 1.45 മീറ്റർ. അങ്ങനെ എത്ര ക്ലോത്താണ് എടുക്കുന്നത്? 4 ക്ലോത്ത്, അല്ലേ? സോ അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ ചെയ്യേണ്ടത്? പറയാം 1.45 ഇൻറ്റു എത്രയാ? 4, അല്ലേ? ഒന്നുകൂടെ പറയാം, എത്രയാ? 1.45 ഇൻറ്റു 4. അപ്പോൾ അത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുക 5.80 മീറ്റർ. ഞാനിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ, കാരണം ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത്രയും സമയം വേസ്റ്റ് ആയി പോകും. നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഈ ആൻസർ എന്നാണോ കിട്ടുന്നതെന്ന് കേട്ടോ. ഓക്കെ, ആ ആൻസർ നിങ്ങൾക്ക് കിട്ടണം കേട്ടോ, അത് വേറൊരു കാര്യമേ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ മൾട്ടിപ്ലിക്കേഷനാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ. ഇവിടെ സ്മോൾ വെസൽസ് കണ്ടോ. എ വെസൽ ഫുൾ ഓഫ് ഓയിൽ വാസ് യൂസ്ഡ് ടു ഫിൽ ഇൻ 6 ബോട്ടിൽസ്. എ വെസൽ ഫുൾ ഓഫ് ഓയിൽ വാസ് യൂസ്ഡ് ടു ഫിൽ ഇൻ 6 ബോട്ടിൽസ്. അതായത് ഈ വലിയ പാത്രത്തിലെ ഓയിൽ ഈ 6 പാത്രത്തിൽ ഒഴിക്കാൻ മാത്രം ഉണ്ടാവും. കണ്ടോ, ഈ 6 പാത്രത്തിലേക്ക് നമുക്ക് കണ്ടോ 6 ബോട്ടിൽ നമുക്ക് ഇതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വലിയ ബോട്ടിൽ കാലിയാവും, മറ്റേ ബോട്ടിലൊക്കെ എന്താ ഫില്ലാവും. ഈച്ച് ഓഫ് ബോട്ടിൽ ഓൾ 0.75 ലിറ്റേഴ്സ്. കണ്ടോ, ഇതിൽ ഒരെണ്ണത്ത് എത്ര ലിറ്റർ ഓയിലാണുള്ളത്? 0.75 ലിറ്റർ, 0.75 ലിറ്റർ, 0.75 ലിറ്റർ, 0.75 ലിറ്റർ, 0.75 ലിറ്റർ, 0.75 ലിറ്റർ. അപ്പോൾ ഇതിൽ വലിയതിൽ എത്ര ലിറ്റർ ഓയിൽ ഉണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കി പറ. ഞാൻ ചോദിക്കട്ടെ, ഇത് 0.75 എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ് 3/4 ലിറ്റർ ആണെന്ന്, അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ എത്രയായി? ഒന്ന് ആലോചിച്ച് നോക്കി പറ. 1.5, അല്ലേ? 3/4 1.5 നമ്മൾ അന്ന് പറഞ്ഞു തന്നാ. അപ്പോൾ 1/2 ലിറ്റർ. ഇതോ
1/2 ലിറ്റർ. ഇത് രണ്ടും കൂടെ എത്രയായി? മുക്കാലും 1/2 ലിറ്റർ. ശരിയല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് എത്ര ലിറ്റർ ഉണ്ടാവും? 1.5 1.5 കൂടി ഇത് എത്രയായി? ഇത് രണ്ടും കൂടി 3. ഇതിനോട് ഇതുകൂടെ വരുമ്പോൾ എത്രയായി? പ്ലസ് 1.5 കൂടെ വന്നാൽ 4/1/2 ലിറ്റർ അല്ലേ? 4.5 ലിറ്റർ ഓയിലാണ് ഇതിലുണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കി, 4/1/2 ലിറ്റർ. ഒന്നുകൂടെ തിരിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. 0.75 ഇൻറ്റു നേരത്തെ പറഞ്ഞ പോലെ 6 ചെയ്താൽ മതി. അപ്പോൾ ചെയ്താലും ആൻസർ കിട്ടും. അപ്പോൾ 4/1/2 എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാണ് 4.5 കേട്ടോ. 1/2 എന്ന് പറയുന്നത് 0.5 ആയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിലെ ആൻസർ ഇതിലാണ്. ആൻസർ സി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ ഇൻ സ്ക്വയർ മീറ്റർ. സ്ക്വയർ മീറ്ററിൽ ഏരിയ പറയാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, യൂണിറ്റ് m² ആക്കി പറയാൻ. ഓഫ് എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് 6.25 മീറ്റർ. ലിസൺ, 6.25 മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത്. ആൻഡ് വിഡ്ത്ത് 4.2 മീറ്റർ. 4.2 മീറ്റർ ആണ് ഇതിൻ്റെ വിഡ്ത്ത്. അപ്പോൾ ഇത് ലെങ്ത്തും ബ്രെഡ്ത്തൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ ഇതിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ ഇത് ഒന്നും നോക്കാമല്ലോ, മൾട്ടിപ്ലൈ തന്നെ. 6.25 ഇൻറ്റു 4.2 ചെയ്താൽ എത്ര ഉണ്ട് നോക്കിയാൽ അത്രയും m² ആണ് ഇതിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. 6.25 ഇൻറ്റു എത്രയാ? 4.2. 26.25 ആണ് വരിക. 26.25 മീറ്റർ. 26.25 മീറ്റർ. 26.25 മീറ്റർ. ഓക്കെ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം കേട്ടോ. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 ഒന്ന് നോക്കിയേ. The price of 1 liter petrol is 110.12 rupees. ഇതിൽ എൻ്റെ കയ്യിൽ ഒരു പാത്രമുണ്ട്. അതിൽ 1 ലിറ്ററിൻ്റെ പാത്രം, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി അങ്ങനെ പറയാം. ഇതിന് 110.12 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ. അപ്പോൾ ഇനി വേറൊന്നുണ്ട്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 2.5 ലിറ്റർ ഓഫ് പെട്രോൾ? കേട്ടോ, 2.5 2.5 ലിറ്റർ പെട്രോളിന് എത്ര രൂപ എക്സ്പെൻസ് വരും? 1 ലിറ്ററിന് 110.12 ആണ്. അങ്ങനെയാണെങ്കിൽ 2.5 ലിറ്ററിന് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ഇങ്ങനെ വരുന്നുണ്ടാവും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ അത് ചെയ്തു വരുമ്പോഴാണ് സമയം വേസ്റ്റ് ആകുന്നത്. സോ അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 110.12 ഇൻറ്റു 2.5. 2.5 ചെയ്താൽ എന്താ ആൻസർ വരുന്നത്? പറയ്. 275.3. 275.3. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. സെവൻത്ത് ക്വസ്റ്റ്യൻ ആൻസർ. അത് ബി ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത്ര ചെയ്തെടുത്തോളം എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലേ? പ്രശ്നമുണ്ടോ? ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ബാക്കി. ഈ ക്വസ്റ്റ്യൻ നമ്പർ വരുന്നത് 7 കഴിഞ്ഞു 8 കേട്ടോ. അത് നിങ്ങളെ ഗൈഡിലുള്ള ക്വസ്റ്റ്യൻ ആട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. ആ ഗൈഡിലുള്ള ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ നോക്കിയേ, ഇത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. 314 ഇൻറ്റു 12 ചെയ്തപ്പോൾ ഇവർക്ക് കിട്ടിയ ആൻസർ 3768 അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് 3.14നെ 0.12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ ആൻസർ കിട്ടുന്നതെന്ന്. എന്തായാലും 3768 തന്നെ കിട്ടണമല്ലോ, നമ്പർ സെയിം അല്ലേ. അപ്പോൾ പോയിന്റ് ഇടുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം പോയിന്റിന് ശേഷം 4 ഡെസിമൽ പ്ലേസ് വേണം. കാരണം ക്വസ്റ്റ്യനിൽ രണ്ടിലും പോയിന്റിന് ശേഷം 2 ഡെസിമൽ പ്ലേസ് വരുന്നതുകൊണ്ട് ടോട്ടൽ 4 ഡെസിമൽ പ്ലേസ് വേണം. സോ ദ ആൻസർ ഈസ് 0.3768 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസറും കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഈക്വൽ ടു 37.68? ഈ ആൻസർ ഏത് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴേക്കും കിട്ടിയിട്ടുണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ഒന്ന് നേരത്തെ പറഞ്ഞ ഐഡിയ അല്ലേ? എന്താ ഞാൻ പറഞ്ഞ ഐഡിയ? പിന്നെ 37.68 എന്ന ആൻസർ വരണമെങ്കിൽ നോട്ട് ഈക്വൽ ടു കേട്ടോ, ഈക്വൽ ടു അല്ല, നോട്ട് ഈക്വൽ എന്നാണ് പറഞ്ഞല്ലേ. അപ്പോൾ നോട്ട് ഈക്വൽ വരണമെങ്കിൽ ഇതിനൊരിക്കലും സാധ്യതയില്ല. കാരണം എന്താ അറിയോ? ഇതിൽ പോയിന്റിന് ശേഷം
ടോട്ടൽ 3 ഡെസിമൽ പ്ലേസ് വരുന്നുണ്ട്. പക്ഷേ ആൻസറിൽ നമുക്ക് 2 ഡെസിമൽ പ്ലേസേ വരുന്നുള്ളൂ. ഇതിൽ പോയിന്റ് ശേഷം 1, ഇതിൽ പോയിന്റ് ശേഷം 1, കറക്റ്റാണ്, 2 എണ്ണം വരുന്നുണ്ട്. ഇതിന് പോയിന്റ് ശേഷം 2, ഇതിൽ പോയിന്റ് ശേഷം 2, കണ്ടോ? അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയേ, എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ പ്ലേസുകൾ ഇവിടെ 2 എണ്ണം വരുന്നുണ്ട്, ഇവിടെ ഒരെണ്ണവും. അപ്പോൾ ടോട്ടൽ 3 ഡെസിമൽ പ്ലേസുകൾ വരണം. ഇതിൽ 2 എണ്ണേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതിൽ നോക്കിയാൽ നിങ്ങൾ ഒരു ഡെസിമൽ പ്ലേസ്, ഒരു ഡെസിമൽ പ്ലേസ്, അപ്പോൾ 2 ഡെസിമൽ പ്ലേസ്, കറക്റ്റ് അല്ലേ? ഇതാ അതേപോലെ മറ്റേതും 2 ഡെസിമൽ പ്ലേസ്, ഇവിടെയും 2 ഡെസിമൽ പ്ലേസ്. അപ്പോൾ അത് റെഡിയാണ്. അപ്പോൾ ഈ എ ആണ് ഇതിൽ കൂട്ടത്തിൽ ചേരാത്തായിട്ട് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഇതാണ് ആൻസർ അല്ലാത്ത വരുന്നത്. അതായത് നമ്മുടെ ഇതിൽ പറഞ്ഞാൽ നോട്ട് ഈക്വൽ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ആൻസറും കംപ്ലീറ്റ് ആയി. പിന്നെ ചെയ്ത് നോക്കാനൊന്നുമില്ല. ഇനി അടുത്ത നിങ്ങൾക്ക് ഇതേപോലെ ഐഡിയ വെച്ച് ചെയ്യാവുന്നതാണ്. നോക്കിയാൽ ഇത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് കിട്ടി. അപ്പോൾ ഈ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡെസിമൽ പ്ലേസുകൾ മാർക്ക് ചെയ്യുക. ഇതിൽ 1, 2, 3, 4 ഡെസിമൽ പ്ലേസ് വരണം. അപ്പോൾ 6.9104 ആണ് ഇതിൻ്റെ ആൻസർ വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ അതും കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാനത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ വേഗം ചെയ്തത് കേട്ടോ. ഇനി എ റെഗുലർ ഹെക്സഗൺ ഈസ് മെയ്ഡ് യൂസിങ് എ സ്ട്രിങ് ഓഫ് ലെങ്ത് 30.06. നിങ്ങൾ നോക്ക്, ഈ ഒരു സ്ട്രിങ് ഇവിടെ മുതൽ ഈ എൻഡ് വരെയുള്ള ഈ ഒരു സ്ട്രിങ് മോള് കണ്ടോ, ഇത്രയും ലെങ്ത് കണ്ടോ, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണെന്ന് അവർ പറഞ്ഞത്? 30.06 മീറ്ററാ. കണ്ടോ, 30.06 മീറ്റർ. അത് ബെൻഡ് ചെയ്ത് ഇങ്ങോട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയത്. നമ്മൾ നോക്കുക, ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇതിൽ എത്ര സൈഡുകളുണ്ട്? 1, 2, 3, 4, 5, 6. അപ്പോൾ ഒരു സൈഡ് എത്ര ഉണ്ടാവും? അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 30.06നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? പറയേ, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കണ്ടോ, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ പറ, 30ൽ എത്ര 6 ഉണ്ട്? 5. പോയിന്റ് 06ൽ എത്ര 6 ഉണ്ട്? 01. ഇനി അത് അറിഞ്ഞുകൂടാത്തവർ നേരെ ഡിവൈഡ് ചെയ്യുക. നോക്കിയോ, 30.06നെ എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാ ലോജിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ 5 × 6 = 30. കണ്ടോ, ഇനി പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ 0 താഴേക്ക് വരുന്നു. പക്ഷേ അത് വരുമ്പോൾ മുകളിൽ പോയിന്റ് ഇടണം. അപ്പോൾ 0ൽ 6 ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 0 ഇടുക. അടുത്ത 6 താഴേക്ക് വരുന്നു. 6ൽ 6 1, 1 × 6 6. ഉണ്ടോ? ആൻസർ ഈസ് 5.01. കഴിഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അത് ശരിക്കും അവിടെ നോക്കി മനസ്സിലാക്കാനല്ലോ. വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവം ചെയ്യേണ്ട പോലും ആൻസർ വരില്ല. 30ൽ എത്ര എണ്ണം ഉണ്ട്? 5 ആണ് അല്ലേ? അപ്പോൾ ഇത് 50 ആണ്. അതെന്തായാലും അല്ല, ഇതെന്തായാലും അല്ല, ഇതെന്തായാലും അല്ല. അപ്പോൾ ഇതേ ആൻസർ വരും അല്ലേ, നമ്മൾ ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത് പിന്നെ അപ്പോൾ ഇതായി അല്ലേ, റെക്റ്റാങ്കുലർ പെൻറ്റഗൺ ഈസ് മെയ്ഡ് യൂസിങ്. പെൻറ്റഗൺ ആട്ടോ, അത് ക്വസ്റ്റ്യൻ മാറി. ഇത് നിങ്ങൾ ചെയ്യില്ലേ? 23.5നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക കേട്ടോ. അത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളെ ഗൈഡിലുണ്ട്, ആൻസർ ഉണ്ടായില്ലേ, ചെയ്ത മെത്തേഡ് ഉണ്ട്. ഇനി ഇത് നോക്കിയാൽ പെരിമീറ്റർ ഓഫ് എ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഈ 3 സൈഡും കൂടെ ആഡ് ചെയ്തപ്പോൾ കണ്ടോ, ഈ 3 സൈഡും കൂടെ ആഡ് ചെയ്തപ്പോൾ അവർക്ക് എത്ര കിട്ടിയത്? പറയും 12.9. അതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 12ൽ എത്ര 3 ഉണ്ട്? 4. 9ൽ എത്ര 3 ഉണ്ട്? 3. അപ്പോൾ ആൻസർ 4.3. ഇതാ ആൻസർ. ഓക്കെ, അപ്പോൾ അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഡെസിമൽ ഫോം ഓഫ് 3/5? 3/5ൻ്റെ ഡെസിമൽ ഫോം എത്ര? അപ്പോൾ ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിക്കട്ടോ, ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ 10 ആക്കണം. അപ്പോൾ 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഓർത്ത് വെച്ചോളി, 5 കണ്ടാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെന്താ സംഭവിക്കുക? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? പറയും അല്ല, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 3 × 2 6 ആയി, 5 × 2 എത്ര? 10 ആയി. കണ്ടോ, ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഡിനോമിനേറ്ററിൽ 1 0 ആണെങ്കിൽ പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റ് കേട്ടോ, ഒരു ഡെസിമൽ പ്ലേസ്. സോ ദ ആൻസർ ഈസ് 0.6. ഞാൻ ഈ പറഞ്ഞൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിടുക. എങ്ങാനും 2 ആണ് ഡിനോമിനേറ്ററിലെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ 10 ആവും. എങ്ങാനും 5 ആണെങ്കിൽ എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 10 ആവും. കണ്ടോ, എങ്ങാനും 4 ആണെങ്കിൽ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പോൾ 100 ആവും. അപ്പോൾ 25 ആണെങ്കിലോ? 25 ആണെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പോൾ 100 ആവും. ഓക്കെ,
അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കി കേട്ടോ. എങ്ങാനും 8 ആണെങ്കിലോ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ 1000 ആവും കേട്ടോ. 125 ആണെങ്കിലോ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പം 1000 ആവും. ക്ലിയർ അല്ലേ? എങ്ങാനും 20 ആണെങ്കിലോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നേരത്തെ ചോദിക്കും 5നെ 10 5 കണ്ടാൽ 2 കൊണ്ടല്ലേ എന്ന്. അപ്പോൾ 20 വന്നാൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 100 ആക്കുക കേട്ടോ. അപ്പോൾ തിരിച്ച് 5 ആണെങ്കിൽ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, 5 ആണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ബോക്സിലാക്കി വെക്കണം, കാരണം ഇത് നമുക്ക് ആവശ്യം വരും കേട്ടോ. ചില കേസിലൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റണം. അപ്പോൾ എനിക്ക് ഡിനോമിനേറ്റർ എന്ത് കിട്ടണം? നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 10 കിട്ടണം കേട്ടോ. അതല്ലെങ്കിൽ 100 കിട്ടണം, അതല്ലെങ്കിൽ 1000 കിട്ടണം. ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ പറയാം കേട്ടോ. ഓക്കെ റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോണേ. 3 liters ഓഫ് മിൽക്ക് ഈസ് യൂസ്ഡ് ഇൻ 8 bottles. അമ്പോ, എത്ര ലിറ്ററാണ് മിൽക്കുള്ളത്? 3 liter മിൽക്കാണുള്ളത് ഈ വലിയ പാത്രത്തിൽ. അത് ഇതിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കുക. അപ്പോൾ അത് ഫുള്ളായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഓരോന്നിലും ഫുള്ളായ ഫില്ലായി, കംപ്ലീറ്റ് ആയി എന്ന് വെച്ചാൽ വലിയ ബോട്ടിലിൽ വലിയ ബോട്ടിലുള്ള ഫുള്ള് തീരും. ഓക്കെ. അപ്പോൾ ഇതിന് വേണ്ടി നമ്മളോട് ചോദിച്ചാണ് ഹൗ മെനി ലിറ്റേഴ്സ് ഡസ് ഈച്ച് ബോട്ടിൽ ഹോൾഡ്. അപ്പോൾ ഓരോന്നിലും എത്ര ലിറ്റർ കൊള്ളും? അതൊന്ന് പറയും. ഓരോന്നിലും എത്ര ലിറ്ററാണ് കൊള്ളുക? അത് കണ്ടുപിടിക്കാൻ 3നെ എന്ത് ചെയ്യുക? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ കേട്ടോ. 8 ബോട്ടിലല്ലേ ഉള്ളത്, അപ്പോൾ 3യെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ പറ 3ൽ 8 ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു പോയിന്റ് ഇടുക. പോയിന്റ് ഇടുമ്പോൾ അതിന് മുമ്പിൽ ഒരു 0 ഇട്ടുള്ളൂ വേണ്ടി കേട്ടോ. 30ൽ എത്ര 8 ഉണ്ട്? പറയും. 1 × 8 8, 2 × 8 16, 3 × 8 24 അല്ലേ? 3 × 8 24. എനിക്ക് തോന്നുന്നത് ഇവിടെ നിർത്താം, നമുക്ക് ആടുനാട്ട് ചെയ്യണമെന്നില്ല, കാരണം ഇത് ആൻസർ 0.375. കാരണം എന്താ? ഈ 3ൽ തുടങ്ങുന്ന വേറെ ഇല്ലല്ലോ. നിങ്ങൾ നോക്കി, 3ൽ തുടങ്ങുന്ന വേറെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കട്ടെ. ഏതിനാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 3 / 8 ഉണ്ടോ? 0.375 കറക്റ്റാണ് ആൻസർ. അപ്പോൾ ചെയ്താൽ മനസ്സിലായി നിങ്ങൾക്ക്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? വൃത്തിയിൽ ചെയ്ത് നോക്കണം കേട്ടോ. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വിചാരിച്ച രൂപത്തിൽ തീർക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ചിലത് നമ്മളിങ്ങനെ ചെയ്യേണ്ടി വരികയില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആൻസർ അവിടെ പെൻഡിങ് ഉണ്ടാവും അല്ലേ? നമുക്ക് വേണ്ടി ആൻസർ അവിടെ എത്തിയിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം അല്ലേ? ഓക്കെ റൈറ്റ്. നോക്കൂ. എ വെസൽ കണ്ടെയ്ൻസ് 4.05 ലിറ്റർ ഓഫ് കോക്കനട്ട് ഓയിൽ. എത്ര? 4.05 ലിറ്റർ ഓഫ് കോക്കനട്ട് ഓയിൽ. അത് ഇതിലുണ്ട്. 4.05 ലിറ്റർ കോക്കനട്ട് ഓയിലാണ് അതിലുള്ളത് കേട്ടോ. ഇനി 0.45 ലിറ്റർ ബോട്ടിലാണ് ചെറുത്. 0.45 ലിറ്റർ ചെറുത്. അപ്പോൾ എൻ്റെ ചോദ്യം ഈ വലിയ ഇതിലൊന്നിലൊഴിച്ച്, അപ്പോൾ ഇതേപോലെ എത്ര എണ്ണത്തിൽ ഇത് നമുക്ക് ഒഴിക്കാൻ ഉണ്ടാവുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, 0.45 ലിറ്റർ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ എത്ര എണ്ണം ഉണ്ടാവുന്നു? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 0.45 ആണ് ചെറിയ ബോട്ടിലിൻ്റെ അളവ്. അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്രയായി? 4.5 ലിറ്റർ ആയില്ലേ? ഇത് 4.5 ഉണ്ടോ? ഇല്ലല്ലോ. ആ 4.05 ആണ്. 4.5 എന്ന് പറഞ്ഞാൽ 4.50 ആട്ടോ. ഒന്നുകൂടി ഇതിൻ്റെ മെഷർമെൻറ്റ് ശ്രദ്ധിക്കണേ. ഇതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ് പറഞ്ഞത് ഞാൻ? 0.45 കേട്ടോ. കൺസെപ്റ്റ് ലോജിക്ക് വെച്ച് ചെയ്യുന്നത് പഠിക്കുക. ലോജിക്ക് ആദ്യം പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്, അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഇതിലുള്ളത് 0.45 ലിറ്റർ. ഓക്കെ. ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 ബോട്ടിൽ കൊള്ളുന്നത് കിട്ടുമല്ലോ. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ചെന്നാണ്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു ഡിജിറ്റ് റൈറ്റിലോട്ട് മാറ്റിയിട്ടാൽ മതി. 4.5 ലിറ്റർ ആണ് 10 ബോട്ടിൽ കൊള്ളുക. റെഡിയല്ലേ? പക്ഷേ നമ്മളെ ഈ ബോട്ടിൽ എത്രയേ ഉള്ളൂ? 4.05 ഉള്ളൂ. 4.5 ലിറ്ററിനെ നമുക്ക്, മക്കളെ ശ്രദ്ധിക്കണേ, 4.5 ലിറ്ററിനെ നമുക്കിതാ 4.50 ലിറ്റർ എന്ന് പറയാം. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ 4.50 ആണ് 10 ബോട്ടിലേക്കാണെങ്കിൽ ആവശ്യമുള്ളത്. പക്ഷേ 10 ബോട്ടിൽ കൊള്ളാൻ മാത്രമുള്ള ഓയിൽ ഇവിടെ ഇല്ല. 4.05 ആണുള്ളത്. ഇനി നിങ്ങൾ ലോജിക്ക് ഉപയോഗിച്ച് പറയും ഇത് തമ്മിൽ എത്രൻ്റെ വ്യത്യാസമുണ്ട്?
9 എടുത്താൽ അത് റെഡി ആയിരിക്കും അല്ലേ? 9 എടുത്താൽ അത് റെഡി ആയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ കണക്ക്. 9 ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ശ്രദ്ധിക്കട്ടോ. 0.45 ആണ് ഇതിലുള്ളത്. 0.45. ഇതിൽ എത്ര ഉള്ളത്? 4.05. ഓക്കെ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി. ഏതുകൊണ്ട്? 4.05 ഡിവൈഡഡ് ബൈ 4.5 ആണ് ചെയ്യേണ്ടത്. സോറി, 0.45 കേട്ടോ. 0.45. അപ്പോൾ ഡിവിഷൻ ഞാനൊന്ന് സ്പീഡ് പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കും. 0.45. ഇത് ഒഴിവാക്കാൻ നമുക്ക് മുകളിലും താഴെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? പോയിന്റ് ഒഴിവാക്കി കിട്ടാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 405 ഡിവൈഡഡ് ബൈ 45. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നമ്മൾ മുമ്പ് 2നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത്? അപ്പോൾ അങ്ങനെയാണ് ഇതെന്താ സംഭവിക്കുക? 40ൽ എത്ര 5 ഉണ്ട്? 8. 81/45 എത്ര 5 ഉണ്ട്? 9. 81/9 എന്ന് പറഞ്ഞാൽ 9. ആൻസറായി. ഇതാണ് ആൻസർ. ഓക്കെ. ഡെസിമൽ ഒഴിവാക്കിയാൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണേ. ഇതിൻ്റെ ആൻസർ പല രീതിയിൽ ഞാൻ പറഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 0.75 kilogram ഓഫ് ഷുഗർ വാസ് പാക്ക്ഡ് 0.25 kilogram പാക്കറ്റ്സ്. അപ്പോൾ ഈ ഇതിൽ 7.5 kilogram ആണ് ഷുഗർ ഉള്ളത്. പക്ഷേ ഇതിൽ എത്ര ഉള്ളത്? 0.25 kilogram ഉള്ളത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഇതിന്ന് അതായത് ഈ കണ്ടെയ്നറിൽ നിന്ന് ഇതിലേക്ക് നമുക്ക് ഇതേപോലെയുള്ള എത്ര പാക്കറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും? ഓക്കെ. ഇതിൽ നിന്ന് ഇതേപോലെയുള്ള ചെറിയ എത്ര പാക്കറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും? അപ്പം ഞാൻ ചോദിക്കട്ടെ, 0.25 എന്ന് പറയുന്നത് എത്രയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പറയേ. 1/4 kg എന്ന് ഞാൻ പറഞ്ഞെന്ന് ഓർമ്മ ഉണ്ടോ? അല്ലേ? 1/4 കിലോ. ഓർമ്മയല്ലേ? 1/4 കിലോ. അപ്പം അങ്ങനെയാണെങ്കിൽ 1 കിലോയിൽ എത്ര പാക്കറ്റ് കിട്ടും ഇതേപോലെയുള്ള? ഇത് 1 kg ആണ് എടുക്കുന്നതെങ്കിൽ ഇത് 1 kg ഷുഗറിൽ നിന്ന് ഇതേപോലെയുള്ള ചെറിയ എത്ര പാക്കറ്റ് കിട്ടും? പറ. 1 kgന്ന് നമുക്ക് 4 പാക്കറ്റ് കിട്ടൂലേ? അങ്ങനെ 7 kgന്ന് എത്ര പാക്കറ്റ് കിട്ടും? നാലോചിച്ച് പറയാം. 7 × 4 ഈസ് ഈക്വൽ ടു എത്ര? 28 പാക്കറ്റ് കിട്ടി. ശരിയല്ലേ? ഇനി ഇവിടെ എത്ര ബാക്കിയുണ്ട്? 1/2 kg ബാക്കിയില്ലേ? 1/2 kg എന്ന് പറയുമ്പോൾ 1/2 kg എത്ര 1/4 kg കിട്ടും? 1/2 kg എത്ര 1/4 kg കിട്ടും? ഒരു 2 പാക്കറ്റോട് കിട്ടും അല്ലേ? 2 പാക്കറ്റും. അപ്പോൾ മൊത്തം എത്ര പാക്കറ്റായി? 30 പാക്കറ്റ് കിട്ടി. ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞ വളരെയധികം ശ്രദ്ധിച്ച് നോക്കി. ഒന്നുകൂടി എന്താ പറഞ്ഞാൽ ഞാൻ 0.75 കിലോഗ്രാം ആണല്ലോ. 0.75 കിലോഗ്രാമിൽ 0.25 കിലോഗ്രാം ആണ് നമ്മൾ ഒരു പാക്കറ്റിലുള്ളത്. 0.25 കിലോഗ്രാം. അതിൻ്റെ 4 എടുത്തു കഴിഞ്ഞാൽ എത്രയായി? 1 kg ആയി. അപ്പോൾ 1 kgന്ന് 4 പാക്കറ്റ് കിട്ടും. ഒരു കിലോഗ്രാമിന്ന് 4 പാക്കറ്റ്. അപ്പോൾ നമ്മളെ കയ്യിൽ 7.5 കിലോഗ്രാം ഉണ്ട്. അപ്പോൾ 7 കിലോഗ്രാമിന്ന് 7 × 4 അല്ലേ? 7 × 4 ഈസ് ഈക്വൽ ടു 28 പാക്കറ്റ് കിട്ടും. പിന്നെ ഒരു 1/2 കിലോഗ്രാം ഉണ്ട്. ആ 1/2 കിലോഗ്രാമിന്ന് ഒരു 2 പാക്കറ്റും. അപ്പോൾ 28ഉം + 2 ഈസ് ഈക്വൽ ടു എത്രയായി? 30. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്ത്, ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 3/4 മീറ്റർ. ഓ, വളരെയധികം ശ്രദ്ധിക്കണം. 3/4 മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത്. ആൻഡ് ബ്രെഡ്ത്ത് ഈസ് 5/8. 5/8 ആണ് ബ്രെഡ്ത്ത് വരുന്നത്. റൈറ്റ് ഏരിയ ഇൻ ഡെസിമൽ. അപ്പോൾ എങ്ങനെയാ? L × B ആണ് കാണേണ്ടത്. സോ 3/4 × പറയും 5/8. 3 × 5 എത്ര? 15 ഡിവൈഡഡ് ബൈ 4 × 8 എത്ര? 32. ഉണ്ടോ? 4 × 8 32 അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ. റൈറ്റ് ഏരിയ ഇൻ ഡെസിമൽ ഫോം. ഇത് നമ്മളോട് ഡെസിമൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു ചെറിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? പഠിപ്പിച്ച് തന്നിട്ടില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ഇത് 2 രീതിയിൽ മാറ്റാം. എന്ന് വെച്ചാൽ, ഒന്ന് ഇതിനെ ഡിവൈഡ് ചെയ്യുക. എങ്ങനെയാ? നേരിട്ട് ഡിവൈഡ് ചെയ്യുക. പറ്റുന്നവർ നോക്കിക്കോ, ഇതിൻ്റെ ഡിവിഷൻ നോക്കിക്കോ. 50ൽ എത്ര 32 ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ.
അപ്പം ഞാൻ എന്ത് ചെയ്യും, ഒരു 0 പോയിന്റ് ഇടും. കാരണം 50-ൽ 32 ഇല്ലല്ലോ, ഒരു 0 ഇട്ടുക. 150-ൽ എത്ര 32 ഉണ്ട്? അപ്പം 32ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കണം. 1 × 30, 2 × 30 അല്ലേ, 4 × 30, 3 × 30, 4 × 30, 5 × 32 വരുമ്പോൾ 150 കൂടി പോകും അല്ലേ, ഇത് 32 ഉള്ളതുകൊണ്ടേ. അപ്പോൾ ഇതിൽ 4 ടൈംസ്. അപ്പോൾ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത 4 × 2 8 ഉണ്ടോ, 4 × 3 12. അപ്പോൾ 128 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 22 എന്ന് കിട്ടും കണ്ടോ, 22. ഇനി നമുക്ക് ഇവിടെ ഒരു 0 ഇടാം 220-ൽ. വീണ്ടും ഇതേപോലെ തന്നെ 3ൻ്റെ ടേബിൾ വെച്ചിട്ട് അത് എത്ര പ്രാവശ്യം ഉണ്ട് നോക്കുക. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഓപ്ഷൻ ഞാനിവിടെ കൊടുക്കാത്തതുകൊണ്ട് ഇതിൽ ചിലപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് 4 വെച്ച് കിട്ടുമ്പോഴൊക്കെ തന്നെ ആൻസർ ഏതാണ്ട് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കി കേട്ടോ. ശരി, അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുക കേട്ടോ. ദെൻ വിച്ച് ഈസ് ദ ലാർജസ്റ്റ്, ഈ കൂട്ടത്തിൽ ലാർജസ്റ്റ് ആരാന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ഇത് നോക്കിയാൽ അറിയാം, ഇത് ഇത്രയും ഡെസിമലിന് ശേഷം ഇത്രയും വരുന്നുണ്ടെങ്കിൽ ഇത് സ്മോൾ ആണ്, അതിനേക്കാളും വലുതാണിത്, അതിനേക്കാളും വലുതാണിത്, അതിനേക്കാളും വലുതായിരിക്കും ഇത് കേട്ടോ. അത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. 0.5 അതിനേക്കാളും ചെറുതാണ് 0.05, അതിനേക്കാളും ചെറുതാണ് 0.005 അല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ 10-ൽ ഒരു ഭാഗമായിട്ടാണ് വരിക. 10-ൽ ഇത് 100-ൽ വരും, ഇത് 1000-ൽ വരും, ഇത് 10,000-ൽ കണ്ടോ. ഡിനോമിനേറ്ററിൽ 1000 വെച്ചിട്ടാണ് ഇത് വരേണ്ടത്. ഓക്കെ, അടുത്തത് ദ പ്രോഡക്റ്റ് ഓഫ് 2 × 0.2 × 0. എന്താ പറയുക 02 × 0.002 നോക്കണേ. എന്താ ചെയ്യേണ്ടത്, 2 × 0.2 × 0.02 × 0.002 കറക്റ്റ് അല്ലേ. അപ്പോൾ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരേണ്ടത് ഇതെത്ര മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുക എന്നുള്ളത് പറഞ്ഞു തരണം. എന്താ ഞാൻ ഈ കളർ ചെയ്യുന്നത് മാത്രം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 2 × 2 × 2 × 2 × 2 എത്രയായി? 4 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയായി? 16 ആയില്ലേ. ഓക്കെ, ഇനി നിങ്ങൾ നോക്ക്, പോയിന്റിന് ശേഷം ഇവിടെ ഒരു ഡിജിറ്റ് ഉണ്ട്, ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്, അപ്പോൾ 3 എണ്ണമായി. ഇതിൽ 3 ഡിജിറ്റ് ഉണ്ട്, അപ്പോൾ 6 എണ്ണമായി. പോയിന്റിന് ശേഷം 6 ഡിജിറ്റ് വരണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ 2 എണ്ണം ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി ഒരു 4 0 ഇവിടെ ഇടുക കേട്ടോ. 40 ഫസ്റ്റിലൊരു 0 ഫിനിഷ്. 0.000016. ഓക്കെ, ടോട്ടൽ 6 ഡിജിറ്റ് ആയില്ലേ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ നമ്പർ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ എഴുതുക, ബാക്കി 0 ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതെന്താ ചെയ്യേണ്ടത്, ഇത് പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാ, 302.2നെ 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 0.1 അവിടെ നിൽക്കട്ടെ. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, ഇത് ഡെസിമൽ ഇല്ലാതെ ഇതിനെ ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡെസിമൽ നോക്കേ വേണ്ട. അപ്പോൾ എന്താ വരിക, 1 × 302.2 എന്ന് പറഞ്ഞാൽ എത്ര? 302.2 കണ്ടോ. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ പോയിന്റിന് ശേഷം ഇവിടെ ഒരു ഡിജിറ്റും ഇവിടെ ഒരു ഡിജിറ്റും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 2 ഡിജിറ്റ്. സോ ദ ആൻസർ ഈസ് 30.22. ഇതാണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ 21 പറഞ്ഞു. ഇനി വിച്ച് ഈസ് ദ ഫോളോയിങ് ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ ഡിക്രീസിങ്, അസെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ്. അപ്പോൾ ആദ്യം ചെറുതായിരിക്കണം, പിന്നെ വലുത് 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 വലുത്. അതൊന്ന് നോക്കി നിങ്ങൾ ഏതാ ആ ഓർഡറിൽ വരുന്നതെന്ന്. ഓക്കെ, നിങ്ങളെ ലോജിക്ക് ഉപയോഗിച്ച്, കാരണം ഞാൻ ആ നമ്പർ തന്നെ പറഞ്ഞു പോകും, അപ്പോൾ അതിൽ കാര്യമല്ല. അപ്പോൾ ഏറ്റവും ചെറുതാണ് ആദ്യം വരേണ്ടത്, പിന്നെ വലുത് വലുത് വലുത്. അപ്പോൾ അതിൽ ഓപ്ഷൻ ആൻസർ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് മനസ്സിലാക്കുക. ഇതിലില്ല, നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് വെച്ച് നോക്കണം കേട്ടോ. 23യുടെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും നല്ലോണം ചെയ്യാൻ തന്നെ ഉണ്ട്. ഓക്കെ, ഇത് എന്താ പറയുക, 0.001344 ഉണ്ടോ, ഡിവൈഡഡ് ബൈ 0.3 × 0.7, അത് 0.21 ഉണ്ടോ, 0.21. അപ്പോൾ നിങ്ങളിത് എന്ത് ചെയ്യണം, ഇതിൽ പറ്റുമെങ്കിൽ പോയിൻ്റൊക്കെ ആയിട്ട് ഒഴിവാക്കുക. അങ്ങനെ ആകുമ്പോൾ കുറേ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഡിനോമിനേറ്ററിലുള്ള പോയിൻ്റ് ആദ്യമായിട്ട് ഒഴിവാക്കുക. അപ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഡെസിമൽ ന്യൂമറേറ്റർ നാട്ട് പോയി കിട്ടും, ഡിനോമിനേറ്റർ നാട്ട് പോയി കിട്ടും. അപ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ പോയിന്റ് ഇടേണ്ടത്. 0.00 ഒഴിവായി. 1344 ഡിവൈഡഡ് ബൈ 21 കണ്ടോ. എനിക്ക് തോന്നുന്നത് ഇതിനെ ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുക.
കണ്ടോ 1ഉം 3ഉം 4ഉം 4 8 8ഉം 4ഉം 12 കണ്ടോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. 0.1344നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എങ്ങനെ? 0.1344നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, 0.0448 എന്ന് വരും കണ്ടോ. ഡിവൈഡഡ് ബൈ 21നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാം. നമ്മൾ നേരത്തെ സാധാ ഡിവിഷൻ തന്നെ. അപ്പോൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് പറ? 0.0448നെ കണ്ടോ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ പോയിന്റ് ഇടുക, കാരണം പോയിന്റിന് ശേഷം തുടങ്ങുകയാണ്. 0ൽ 7 ഇല്ല, അപ്പോൾ അവിടെ 0 ഇടുക. ഇനി 4ലുണ്ടോ നോക്കുക, 4ലും ഇല്ല, അപ്പോൾ 0 വീണ്ടും ഇടുക കണ്ടോ 0 0. അപ്പോൾ ഏകദേശം നമ്മൾ ആൻസർ ആയി. ഏതാ ആൻസർ മനസ്സിലായത്? എ ആണ് ഇതിൻ്റെ ആൻസർ അല്ലേ. ഇനി അടുത്ത് 44ൽ എത്ര 7 ഉണ്ട്? 6 × 7 കണ്ടോ 42 കണ്ടോ. ഇതിൽ 28ൽ 4 കണ്ടോ 4 × 7 28. നമ്മൾ ആൻസർ നമുക്ക് പകുതി ചെയ്തപ്പോൾ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് നമ്പർ ഈസ് ആഡഡ് ടു 0.0001 ടു ഗെറ്റ് 1? അപ്പോൾ എന്ത് ചെയ്താൽ മതി? അതായത് ആ നമ്പറിനോട് ഏത് ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടുക എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? 1 എന്ന നമ്പർ മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ 1 നിന്ന് 0.0001 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ചിന്തിക്കുക, ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലാക്കി അല്ലേ. അപ്പോൾ 0.001നോട് കൂടെ ഏത് ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 1 നിന്ന് ഈ നമ്പർ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് മൈനസ് ചെയ്യുന്നത് പഠിപ്പിച്ചു തരാം. 1 പോയിന്റ് വെറുതെ 000 ഇട്ടിക്കുക, 4 0 കണ്ടോ. മൈനസ് നോക്കിയേ നിങ്ങൾ 0.0001 സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് എടുക്കാനില്ല, ആദ്യത്തെ ഇല്ല, രണ്ടാമത്തെ ഇല്ല. ഇവിടെ വെക്കുമ്പോൾ ഇതെന്തായി മാറും? അതൊന്ന് പഠിച്ചു വെക്കി കേട്ടോ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. എങ്ങനെയാ? ഇത് പോയി, ഇവിടെ 0 ആയി, ഇത് 10 ആയിട്ടുണ്ടാവും. അപ്പോൾ കണ്ടോ, ഒന്നും ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇത് 10 ആയില്ലേ. അതും വെട്ടിയിട്ട് ഇത് 9 ആയി, അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇത് 10 ആയി. വീണ്ടും ഇത് 9 ആയി, അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇത് 10 ആയി. വീണ്ടും ഇത് 9 ആയി, ഇത് എത്രയായി? 10 ആയി. 10 1 പോയാൽ എത്രയാ? 9. 9 0 പോയാൽ 9. 9 0 പോയാൽ 9. 9 0 പോയാൽ 9. 0.0. അപ്പോൾ ആൻസർ എത്ര? 0. അത് തന്നെ കണ്ടോ. ക്വസ്റ്റ്യൻ നമ്പർ ആൻസർ ഡി ആണ് വരുന്നത്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റെഡി അല്ലേ? ഓക്കെ, ഇനി ഇതെന്താ ചെയ്യേണ്ടത്? ഇതൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ചോ. അപ്പോൾ ആദ്യം നമ്മൾ 1/2 ഇതിങ്ങനെ ഒന്നിച്ച് ആഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് 1/2നെ അങ്ങോട്ട് മാറ്റുകയാണ്. 1/2നെ മാറ്റുന്നത് പഠിച്ചു, അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഒന്ന് പഠിച്ചു വെച്ചോളി. 1/2നെ മാറ്റുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? മുകളിലും താഴെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒന്ന് ആലോചിച്ച് പറയും. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ശരിയല്ലേ? എന്നാലല്ലേ ഇത് ആൻസർ ആവുള്ളൂ. അപ്പോൾ 1 × 5 എത്ര? 5/2 × 5 എന്താ? 10. ഇതിന് ആൻസർ 0.5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1/4 ആണ്. 1/4നെ ഇതിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയും 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇത് വരുന്നത് 25 ഡിവൈഡഡ് ബൈ 4 × 25 എന്ന് പറഞ്ഞാൽ എത്ര? 100 കണ്ടോ. അപ്പോൾ ഇതിന് ആൻസർ എത്രയാ? 0.25. ഓക്കെ, നെക്സ്റ്റ് 1/8 ഇതേ 1/8ന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1/8 ഞാൻ നേരത്തെ പറഞ്ഞു 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ടോ, നേരത്തെ ഞാൻ എഴുതി തന്നു 8 കണ്ട, ഡിനോമിനേറ്ററിൽ 8 കണ്ടാൽ അപ്പോൾ ഇത് 1000 ആവും കണ്ടോ. മുകളിൽ 125 തന്നെ. അപ്പോൾ സോ 0.125. അപ്പോൾ നമുക്കിതൊന്ന് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നാൽ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ശരിക്കും 3 ഡെസിമൽ പ്ലേസ് വരുന്ന നമ്പറുകളാണ് ആഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ 0.5, സെക്കൻഡ് വൺ വരുന്നത് 0.25. ഞാൻ ഡെസിമൽ ഇട്ട് വെച്ചാണ്ടോ 0.125 കണ്ടോ. ആഡ് ചെയ്ത് നോക്കി 5 7 അടുത്ത എത്ര 8.0 കണ്ടോ 0.875 കണ്ടോ 25 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി ഇത്രയാണ് ഞാനിതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം വെച്ചാൽ ഇന്ന് ഞാൻ ചെയ്തു തന്ന ഈ വീഡിയോസിലുള്ള ക്വസ്റ്റ്യൻസ്
കൃത്യമായിട്ടൊന്ന് ഇരുന്ന് ചെയ്യുക. ശരിക്കും ഒരു ചാപ്റ്ററിൽ ഏകദേശം ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിൽ ആൻസറും നോക്കുക, ഞാൻ ചെയ്തു തന്ന ആൻസറും നോക്കുക, എന്നിട്ട് ഇതങ്ങ് പഠിക്കുക കേട്ടോ. ഇത്രയാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ.